വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് ബ്ലോക്ക് ഫ്രൂട്ടാണ്. എൻ്റെ ഐസ് പവറാണ്. ഇത് ഞാൻ ഇന്ന് എടുത്തതാണ്. എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോറിൽ ഞാൻ കാണിച്ചതാണ്. ഇതായിരുന്നു എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതാക്കി. ഇപ്പം ഇത് ഇനി ഒന്നും കൂടി ഉണ്ട് എൻ്റെ ഒക്കെ. അതോടെ ഇതിൽ ഏതാ ബെറ്റർ എന്ന് നിങ്ങൾ പറയട്ടെ ഗൈസ്. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം കൂടി സ്പിൻ ചെയ്യുന്നു. ഞാൻ സ്പിൻ ചെയ്യും. എനിക്ക് ഫയർ ഫ്രൂട്ടൊക്കെ വേണം. ഫ്ലൈ ചെയ്യാൻ ഫയർ ഫ്രൂട്ടാ അങ്ങനത്തെ ഒരു ഫ്രൂട്ട് വേണം. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഫോണൊന്നും ഇല്ല എനിക്കായിരുന്നത്. വേറെ ഒന്നും ഉണ്ടില്ല. പിന്നെ പുതിയ ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. എഗ്ഗിൻ്റെ ഇവൻ്റ് ഇതാ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞെന്നുണ്ട്. എഗ്ഗ് ഇവൻ്റൊക്കെ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ എഗ്ഗൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിഷൻ കളിക്കാം. 25 ആവണല്ലേ ഇനി. ഓക്കെ, നമുക്ക് തീറ്റുന്ന ആൾക്കാരെല്ലാം നമ്മളേക്ക് ഹോക്കി പവർ ഉണ്ട്. ഉണ്ടാ ഹോക്കിയാണോ ഹാക്കിയാണോ? ഞങ്ങളൊക്കെ തട്ടിക്കൊല്ലും. ഹാക്കി പവർ വെച്ച് നമുക്ക് വരുമാനം തട്ടി ലെവൽ 100 ആവണം. 100 അടുത്ത ആൾക്കാരതല്ല. എനിക്ക് 12 കയറി. എന്താ ചെയ്യാനാ? ഡാമേജ് എങ്ങനെ തരണ പൊട്ടം വന്നു സാർ. കണ്ടോ, നമ്മളെ ഐസ് പവറിൻ്റെ അങ്ങനെ ഇങ്ങനെ ഡാമേജും അല്ല. അവരെ കാട്ടിയിട്ട് നമുക്ക് ഹെൽത്ത് എത്ര 10 അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഡാമേജ് അടിക്കില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ഈ പവർ ഉപയോഗിച്ച് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ നമുക്ക് വെള്ളത്തിലൂടെ ഒക്കെ പോകട്ടെ, ഫ്ലൈയിങ്ങില്ല. അതാണ് നമുക്ക് ഇത് ഫയർ ഫ്രൂട്ട് വേണമെന്ന് ഞാൻ പറയുന്നത്. ഫ്ലൈ ചെയ്യാലോ. അപ്പോൾ 2 പേരും കൂടി അയച്ചൊരു കൊല്ലുണ്ടാവില്ല. ഇത് അതിന് ആൾക്കാരെ കൂട്ടട്ടെ. ഞാൻ ഇത്ര പേരൊക്കെ ഇവർക്ക് കുഴപ്പം ഗ്യാരണ്ടി പോലെ മാട്ടടിയുണ്ട് കൈ. ഓ എടാ ഇത് വലിയ എല്ലാ കിട്ടുന്ന കയറാണ്. ഇതാരോ ഏത് പ്ലെയറാന്ന് വെച്ചിട്ടുണ്ടത്. എടോ ഒന്ന് അന്നൊക്കെ ഞാൻ എന്താ ചെയ്ത്. നന്ദി പെട്ട ഉലകങ്ങൾ. One minute guys. Okay. അവൻ പോയി ഗൈസ്. ഞാനൊരു ഫ്രൂട്ട് അവനോട് ചോദിച്ചു.
പക്ഷെ തന്നില്ല. അവനെ കൊന്ന് കുറെ പ്രാവശ്യം എന്നെ കൊന്ന്. നാണമില്ലാത്ത തെറ്റുകള്. ഇക്കൊന്നീ ഗം ഗം ഫ്രൂട്ട് വേണം. ലൂഫി, നമ്മളെ പേര് തന്നെ അതാണ്, ലൂഫി എന്നാണ്. ഒന്നെങ്കിൽ ആ ഫ്രൂട്ട്, അല്ലെങ്കിൽ അത് എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ 101 കഴിച്ചില്ല. അതിൽ മേലത്തോരടിച്ചേക്ക് ഡാമേജ് അടിക്കും നോക്കട്ടാ. ഡാമേജ് അടിക്കുമോ? ഇല്ല, ആ പൊട്ട അടിച്ചടിക്കില്ല. ഇതടിച്ചാ നല്ല ഡാമേജ് അടിക്കും. ഇവനടിച്ചാൽ നല്ല അടിക്കും. എനിക്ക് 110 അപ്പം ഇഷ്ടമല്ല. ഈ പെട്ടി ഇടക്കിടക്ക് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് അടുത്ത പിന്നിനുള്ളതായി തന്നെ സ്പിൻ ചെയ്യണം. ഹോക്കി പവർ വാടാ മക്കളെ. ഇവിടെ ഇല്ലേ ഞങ്ങൾ എല്ലാവരും വരും. പിന്നെ നമ്മളെ ഐലൻഡ് നിൽക്കാം. ഐസ് ഓയിലി വരി. ഒറ്റടിക്ക് എല്ലാവരും കൂടി ഉണ്ട് തട്ടാന്ന് വിചാരിച്ച്. ആരും നിന്നിട്ടല്ലോ അവിടെ. വേഗം വരികാണ്ട് ഞാൻ ആരെയും എടുക്കാൻ എനിക്ക് ഇല്ലല്ലേ. ഇപ്പം എല്ലാവരും ആയില്ല. എന്നാ പോയി ഒറ്റടിക്ക് എല്ലാവരും തീർക്കായി. ഒരേ പൊളി. പിന്നെ നമുക്ക് ഇങ്ങനെ ഡാമേജ് അടിക്കില്ലല്ലോ. ഐസ് പവർ. ഇവ 24 ഒരുത്തനും കൂടി ഒരിറ്റ ലെവൽ കൂടി കൂടിയാണ്. അപ്പോൾ അടുത്ത പവർ കിട്ടും. ഒരേ പൊളി. അയ്യോ എന്താ അമ്പോ ഒരേ പൊളി. നേരത്തെ എത്രയില്ല? 50 അല്ലേ? അടുത്ത 50 കഴിഞ്ഞാൽ 100. വാവ്, ഒരേ പൊളി. വെറും പൊളി സീനാട്ടാ. ബാ ദോസ്തോടാ വേണ്ട വേണ്ട. ബാ ആരും അവിടെ നിന്നോളല്ലേ. ഇവിടെ വന്ന് എല്ലാവരും ഇല്ലേ കിട്ടി. ഞാൻ കണ്ടാണ് മണ്ടു. എന്നിട്ട് ഈ പവർ കണ്ട് കിട്ടും. എല്ലാവരും പറഞ്ഞില്ലേ വരി 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 വരി. വേഗം തട്ടണം. വേഗം തട്ടിയാലൊക്കെ അടുത്ത ലെവൽ കൂടുള്ളൂ. ഒരേ പൊളി. എല്ലാം അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. നിന്നെ അടുത്തോളടാ കേക്ക. എനിക്ക് 110 ആവണം അവനെ തട്ടാൻ. അല്ല തട്ടിന്നപ്പോ ഇപ്പൊ തട്ടിന്നെ തട്ടി ചേറ്റ നാണമില്ലാത്ത സാധനം. എടാ മോനെ ദോസ്തേ, മെസ്സേജ് അയച്ചേ എന്താ? ഓക്കെ, എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഗൈസ്. എന്തോ പറ്റിയിരുന്നു.
ബ്രോ ഒന്ന് ഡൊണേറ്റ് ചെയ്യൂ ബ്രോ. നോ 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 നോ. എന്നെ തട്ടിയവനെ ഞാൻ തട്ടിയിരിക്കും. യാ നോവിച്ച് വിട്ടതൊരു പുലിയാണ്. നീ ഓർത്തില്ല, ഞാൻ ഓർത്തില്ല ഇതൊരു പുലിയാണെന്ന്. മാറാ അല്ല അവൻ കൊണ്ടുണ്ട്. ഹായ് ബ്രോ, ഐ എം ഹെൽപ്പിംഗ് യു. എൻ്റെ മോനെ പൊന്നോ, അവൻ്റെ ഒന്നും ഒരു അടിക്കില്ലായിരുന്നു. ഗൈസ് ഇവനെ ഫ്രണ്ടാക്കിക്കോ, ഉപകാരം ഉണ്ടാവും. അവന് ഞാൻ ഫ്രണ്ട്ലി തരാം. എവിടെയൊക്കെ എന്തോ മെസ്സേജ് അയക്കാൻ ചത്ത്. ഗൈസ് എന്താ എനിക്ക് മെസ്സേജ് അയക്കാൻ ചത്ത്? ബ്രോ എന്താ പറയാ, ഈവൻ എനിക്കെന്താ മെസ്സേജ് അയക്കാൻ പറ്റാത്ത? എന്തുകൊണ്ടാന്നൊക്കെ അറിയില്ല, എന്തോ കാരണങ്ങളിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. കണ്ടോ 1 മിനിറ്റ് ഗൈസ്, നമ്മളിപ്പോ അവനെ ഒളിച്ച് നടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ അവനെ എവിടെയെന്ന് അറിയില്ല. അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പടച്ചോനെ അവനെ കണ്ടു, വേറെ അവനെ കണ്ടിട്ടുണ്ട്. അവൻ ഈ സൈഡെടുക്കാൻ തിരിഞ്ഞിക്കണേ, അതിൻ്റെ അർത്ഥം അവനെ കണ്ടിരിക്കണം. സ്പീഡോ ആയിരിക്കും നിങ്ങൾ. അവനിക്ക് എന്നെ കണ്ടെത്താൻ അത് അവരിക്കാണ് കിട്ടി. അത് എനിക്കൊരു അഡ്വാൻറ്റേജ് മൂവായി മാറി. ഞാൻ അവരവനെ അറ്റാക്ക് ചെയ്യും, അതിൻ്റെ ഒപ്പം എൻ്റെ വക നീക്കി ബ്രോ. എടാ അവൻ പോയടാ. ഇനി ഇവനെ ഞാൻ ഡൈവേർട്ട് ചെയ്തോണ്ട് ബാ. ഇനി ലോങ് ഷോട്ടൊക്കെ പോകും, ഒരു ഭാഗ്യം. ഇതൊന്ന് പോലെ എന്തൊരു കഷ്ടം എനിക്ക്. അവന് പൊള്ളണിയല്ല,
അടിക്കുമ്പോ ഇതെന്ത് ഇക്ക് ഇതൊന്നുമില്ലാത്ത ഇതൊക്കെ എങ്ങനെ കിട്ടാനാണാവോ? കമന്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാന്ന് അറിയില്ല. അവൻ ഭയങ്കര പവർഫുള്ളാ. നല്ല പവറുണ്ട് എനിക്ക്. കൈഡോന്റെ ഇടം കൈയാണ്. കൈഡോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ്റെ പവറാണ് എനിക്കുള്ളത്. 1 പീസ്. നിങ്ങളാരും 1 പീസ് കാണുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ 1 പീസ് ആരാധകനായി മാറിയിട്ടുണ്ട്. സത്യം പറയുകയാണ്, ഞാൻ ഇപ്പോൾ 1 പീസ് ആരാധകനാണ്. ഞാൻ അതെല്ലാവരും ഫ്രൂട്ട് കഥ കളിക്കുന്നു. എനിക്ക് നല്ല ഫ്രൂട്ട് വേണമെന്നുണ്ട്. പിന്നധികം പോയാലോ എഗ്ഗിൻ്റെ വേനൊക്കെ പോയി. അതിൻ്റെ അർത്ഥം ഇതിവിടുന്ന് പോയി. ലൂഫി ഫസ്റ്റ് വന്ന് തോപ്പിച്ച ആളിതല്ലേ, ഒരു ഐലാൻഡ്. ആ സമ്മതിച്ച് നോക്കട്ടെ. അതൊക്കെ എന്തിനാ? ഇതാണ് ഇപ്പം എൻ്റെ കയ്ക്കുള്ള. ഇതും എൻ്റെ കയ്ക്കുണ്ട്. ഇത് ചുഴലിക്കാറ്റാണല്ലേ. ഇത് എൻ്റെ കയ്ക്കുണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇത് ഞാൻ ഉപയോഗിച്ചതാണ്. ഇത് എനിക്ക് കിട്ടിയില്ല. ഓ, ഗം ഫ്രൂട്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റും. ഓ മൈ ഗോഡ്. ഇതാണ് അവൻ ഉപയോഗിക്കണത്. ഈ ആനുണ്ട്. ഗം ഫ്രൂട്ട് വാങ്ങാൻ പറ്റും എനിക്ക്. ഗംഗായിപ്പോയി. ഗം ഫ്രൂട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതിൽ എവിടുന്നാണ് മോസ്റ്റ് പ്രൈസുള്ള നല്ല പൈസ കിട്ടണ ജസ്റ്റ് ഇവിടെ ഉള്ളത് ഗൈസ്? അതൊന്ന് പറഞ്ഞുതരും എനിക്ക്. അത് പറഞ്ഞു തരുകയാണെങ്കിൽ എനിക്ക് സുഖമായിരുന്നു പൈസ ഉണ്ടാക്കാൻ. ഞാൻ ഇതിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന പൈസ ഉണ്ടാക്കാൻ ലവരും അതിനെന്തെങ്കിലും ഒരു പോയി നമുക്കൊരു ചെയ്ത ഏത് റൂമിൽ കയറാൻ പറ്റും. ഒരു ചെറിയ റെഫറൻസ് എത്തിയാൽ മതി അതിൻ്റെ. ഇതിൻ്റെ പവറാണ്. ടക്ക വേണ്ട, നമ്മുടെ എത്തി. സെക്കൻഡുകളിൽ ജസ്റ്റ് ഞാൻ എടുത്തു. എനിക്ക് ഇനി ഇവിടുന്ന് സ്പിന്നടിക്കാൻ പോയാലോ ഗൈസ്? പക്ഷെ ഇവിടുന്ന് എടുക്കാം സ്പിന്നിൻ്റെ സ്ഥലം. ചെസ്റ്റ് ഏതാണ് സ്പിന്നിൻ്റെ സ്ഥലമാവും? അങ്ങോട്ടാണ് ഞാൻ തോന്നുന്നത് ഗൈസ്.
നിങ്ങളുടെ സ്പിന്നിൻ്റെ സ്ഥലമാണ്. ഏയ് അവിടെ അല്ല, അപ്പം ആ സൈഡിലാണ് ഗൈസ്. അത് എട്ടടിക്ക് നമുക്ക് ഇവിടെ എത്തും. ഇവിടുന്ന് പിന്നെ അങ്ങനെയാണ് പോയാൽ മതിയല്ലോ. ഇവിടുന്നല്ലേ ഇപ്പം ഞാൻ വന്നത്. നമ്മളിത് എപ്പോഴും ഒരു ഓർഡറിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഓർഡർ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ അല്ലേ, ഇവിടെ നിന്നല്ലേ പോകണ്ടേ? ആ ഇവിടെ നിന്നല്ലേ. സ്പീഡ് കൂട്ടാൻ ഇത് വെക്കുക അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് എത്തി. ഇതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കുറച്ചും കൂടി ഇടത്തി. അല്ല എത്ര വട്ടമാണ് നമ്മളെത്തുന്നത്? നമ്മളിപ്പോൾ ഇനി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്കറിയോ? പിന്നടിക്കാൻ ടിസ്റ്റല്ല ടിസ്റ്റ്. ആദ്യം നമ്മൾ ഇവിടുത്തെ ടെസ്റ്റ് എടുക്കണം. ഓ ഇതല്ല അവന്. അവയല്ല ഇട്ടത്, എല്ലാത്ത അവൻ തന്നെയാണ്. ആ പട്ടിക്കാട്ടം തന്നെയാണിത്. മിനിറ്റ് ഗൈസ്. ആ പട്ടിക്കാട്ടം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എവിടെ എന്ത് എങ്ങനൊക്കെ? പക്ഷെ ഗൈസ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണാവോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ പൊന്നെ ഇവിടെ ആള് കൂടിക്കണ്. ഇപ്പം സ്പിന്നടിച്ചാൽ ശരിയാവില്ല. ഞാൻ പോട്ടെ. പിന്നടിച്ചാലേ ഒന്നും കിട്ടൂല ഇപ്പം നമുക്ക്. ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാരോ. എന്താ ഗൈസ്, എന്താ ജോമോന്ന് അറിയുന്ന കാര്യമാണ് ഇപ്പോൾ. എന്താ ഗൈസ് ഇവിടെ ഇതിൽ വേറെ ഓരോ സ്ഥലം കൂടി ഉണ്ട് സ്പിൻ ചെയ്യാനുള്ള. അവിടേക്ക് വഴിയൊക്കെ അറിയില്ല. അതേപോലെ ഈ പൊട്ടഎനിക്ക് ഇന്നെ തൊടാൻ പറ്റുമോ? ഓ പറ്റും. ബോസുകൾക്ക് ഇന്നെ അടിക്കാൻ പറ്റൂട്ടാ. ഈ ബോസ് എനിക്ക് ഒന്നിനെ അല്ല ബോസ് തന്നെ ഞാനടിക്കും. താനടിക്കാവിടെ അതിനും വലിയ സാധനം തരാം. എങ്ങോട്ട് നല്ല ഡോസുള്ള സാധനമല്ലേ? ഞാൻ ഈ അടിമ തന്നെ എന്നെ കൊന്ന് മണക്കേട്. എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഞാൻ അവിടെ ഒന്ന് വിചാരിച്ചിട്ടാ എക്കപ്പ വരും. കണ്ടോ ഇത് പോരാ എനിക്ക് സ്പിന്നടിക്കാൻ. ഓ ഇത് പോരല്ലേ? പോരാ പാടില്ലേ പെരുന്നാള്. ഇവനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇവൻ ശത്രുവാണ് എനിക്ക്. പൊന്നോ ഇതില് ഇവനെ ചേർക്കാം. ആ മൂന്നെണ്ണത്തിന് ചേർത്ത് നോക്കട്ടെ. ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണ. മോനെ ഇവനെ കടിക്കാം.
എടേ എടാ എടാ എനിക്ക് കൊണ്ടടാ എടാ പ്ലീസടാ പ്ലീസടാ നല്ല ഫ്രൂട്ടാടാ എനിക്ക് തന്നേക്കടാ എടാ എന്തടാ പ്ലീസ് ബ്രോ പ്ലീസ് ബ്രോ പ്ലീസ് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ബ്രോ. എടാ തന്നീര തെറ്റേ ആരെങ്കിലും നിങ്ങളെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കി ഞാൻ പോയി പൈസ ഉണ്ടാക്കട്ടെ. ഒരു 40 ആക്കണ്ടേ ഇതിനുള്ളിൽ ചെസ്റ്റ് ചെയ്യുന്ന ഇതിനൊരു സത്യത്തിൽ എന്തോ ഉണ്ട്, അത് എനിക്കും അറിയാം. ഇവിടെ ബോസിനടിച്ച് എത്ര കിട്ടും? 2 കിട്ടും, മതി, എനിക്കത് മതി ധാരാളം. അവരവിടെ എടാ ആനത്തലയാ ശരിയാവണിയായിട്ട് നമുക്ക് കാര്യം കൊടുക്കുക മതി. നമുക്ക് ഇവിടുന്ന് വണ്ട ഒന്നും നോക്കണം വണ്ടി. എന്താ അവിടെ ആരോ എന്തോ ചെയ്തു നമ്മക്കറിയില്ലേ. എനിക്കെന്നെ തലി കൊല്ലണല്ലടാ. എനിക്ക് എന്നെ തന്നെ തൊട്ടടിക്കണം അല്ലേ? നീ ബാ ഇനി നിന്റെ ഇപ്പൊ തന്നെ നിനക്ക് ഹെൽപ്പില്ല, പിന്നെ എങ്ങണ്ടാ നീ എന്നായിട്ട് കളിക്കാൻ വന്നിക്കണേ? ആ ഒരു അടിയിലാണ് ഇന്ന് തകർക്കണേ, വേറെ ഒന്നുമില്ല എനിക്ക്. കണ്ട ആ അടി ഒരു അടിച്ച് ഇന്ന ഈ അടി അടിച്ചാൽ ഞാൻ ചാവും. നിന്നെ കൊല്ലാതെ ഞാൻ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോടാ? ഞാൻ തോന്നണ്ട. ഞാൻ ഇങ്ങോട്ട് വന്ന് എത്തി കൊന്നു, ഇത്രയേ ഉള്ളൂ. 4 മരം പൈസ ആയി. മരം കിട്ടിയെന്നല്ലേ അത് പറയണ്ട, മനസ്സിലാക്കണം. ഇനി അവിടെ എന്തായിരുന്നു പോയോട്ടെ. ആൾക്കാർ നമുക്ക് സ്പിന്നടിച്ച് നോക്കട്ടെ ഗൈസ്. എന്തായാലും സ്പിന്നെ അടിക്കാൻ ചെരുങ്ങത്ത് മൊത്തം നോക്കിക്കോ, എല്ലാതും അവിടെയൊക്കെയാണ്. എല്ലാം വന്ന് സ്പിന്നടിക്കാം ഗൈസ്. ആരും അറിയണ്ട കേട്ടാ, ചുറ്റൊന്നും ആരില്ലല്ലോ. അതില്ല ഗൈസ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ എനിക്ക് കിട്ടും നല്ലൊരു ഫ്രൂട്ട്. ഇത് ഏറ്റവും നല്ല ഫ്രൂട്ട് എന്ന് ഞാൻ പറയാം. നല്ലൊരു ഫ്രൂട്ട് എനിക്ക് കിട്ടും. ബിസ്മില്ലാ ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ കൊടുത്തു ഗൈസ്. എനിക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളെ ബേസ് ചെയ്തിട്ടോ. കിട്ടി. സ്റ്റോറിൽ വെച്ചിരിക്കുന്നു ഗൈസ്. ആരും പറയണ്ട, നമ്മളേക്ക് വേറെ നല്ലൊരു ഫ്രൂട്ട് ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വിറക്കും, നിന്നെയും വിറപ്പിക്കും. എടാ എല്ലാവരും നെട്ടിയില്ല. ഇത് ഞാനാണ്, എൻ്റെ പവർ. നീയൊക്കെ കരുതിയ ഇതെന്ത്, ഇത് നമ്മക്കറിയാം. അന്നെ ഞാൻ തകർത്തിത്തരാം. അപ്പോൾ അവർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നടാ. നെട്ടിയായി ആയിട്ട് പറക്കാനൊക്കെ 80 വേണം. എന്താണ് ബ്രോ, ഒന്ന് കൊണ്ടാ പ്ലീസ്, കൊണ്ടോ. എനിക്കൊരു ഫ്രൂട്ട് കൊണ്ടാ, ഫ്രൂട്ട് കൊണ്ടാ, ഫ്രൂട്ട് കൊണ്ടാ ബ്രോ, പ്ലീസ് ബ്രോ. പറഞ്ഞു
ഇവിടുത്തെ മരത്തിന് മരത്തി അപ്പം പോയാ നീ കട്ട ഉള്ളതോ വന്നാ ഇതാരാ വന്നാ ഇതാ എടാ ഒന്ന് കൊണ്ടടാ എനിക്ക് നമുക്ക് ഈ ഫ്രൂട്ട് ഇത് കഴിക്കണോ വേണ്ടയോ? ഇതിൻ്റെ ലെവൽ 10 സ്റ്റോറി നോക്കട്ടെ ഗൈസ്. ഐസ് ഫ്രൂട്ടിനെക്കാട്ടും പവറുള്ളതാണോ? പിന്നെ നമുക്കറിയാം വൺ പീസിത്തെ ഐസിനെക്കാട്ടി പവർ ഇവനക്ക് തന്നെയാണ്. നമുക്കറിയാം ഇവൻ്റെ കഴിഞ്ഞ് എർത്തൊക്കെ ജസ്റ്റ് മിസ്സാണ്ട പോയത്. സത്യം പറയാം ഗൈസ്, എർത്തൊക്കെ ജസ്റ്റ് മിസ്സാ പോയത്. വൈറ്റ് ബേർഡ് ആയിരുന്നു. വൈറ്റ് ബേർഡ് ഐസ് ഫ്രൂട്ടൊക്കെ എവിടെയാണാവോ? അയ്യേ ഐസ് ഫ്രൂട്ടൊന്നല്ല നല്ലത്, അതാണ് ഇട്ടോ നല്ലത്. അച്ഛേ എക്യുപ്പ് ഗൈസ്, ഞാൻ പറഞ്ഞ ഞാൻ സ്പിന്നടിക്കുന്നു. അടിച്ച് തിന്ന് ഉറപ്പിച്ചിക്കണന്നെ. പവർ ബ്രദർ നോർമൽ അടിയൊന്നും ഇല്ല കേട്ടാ, ഓൺലി ഒരൊറ്റ. ഇത് കുറച്ച് ഇത് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ വരിക, ഇവിടെയാണ് നമ്മൾ ചാൻസ് ഉള്ളത്. നീ ഇവിടെ ഇവിടെ പോയതാ? ഇവിടെ വാ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. എനിക്ക് ഒരു മാജിക് കാണിച്ചോ. എൻ്റെ മാജിക് എൻ്റെ ലിസ്റ്റിലേ ഇല്ല. ഓരോ നീ അടിക്കാണ്ട് എവിടെ? ഇനി ഞാൻ എൻ്റെ ആ ബോസിനെ നോക്കട്ടെ. എനിക്ക് ഇനി വെള്ളത്തിൽ നടക്കാൻ പറ്റുമോ നോക്കണം കേട്ടാ. ആയോണ്ടേ എടാ ഇല്ലടാ, വെള്ളത്തിൽ നടക്കാൻ പറ്റില്ലടാ. ചേടാ പറക്കാൻ പറ്റില്ല തെറ്റി. ഒരറ്റടി അതിൽ ഇവൻ്റെ എത്രത്തോളം എഴുത്തുള്ളൂ. അതിനെ പണിയില്ല. എന്നിട്ടാണ് എടാ നീ ഓരോ ചിലക്കല്ലേ ഒരടി അതെൻ്റെ കയ്ക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലത്തിൽ അത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇതിൽ ഏതേ എടുത്തേണ്ട എടുത്തൊന്ന് കുറച്ചോക്കട്ടെ. എന്താ ഇതേറ്റൊന്ന് അടിച്ച് എളുത്തൊന്ന് പറക്കട്ടെ. എടാ ഇതെന്ത്? അടി